വ്യാജ ആത്മീയവാദവുമായി കടന്നു വന്ന കാരണത്താൽ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യാജ സിദ്ധനും, ആ സിദ്ധൻ ലോകം മൊത്തം നിയന്ത്രിക്കുന്നതും ലോകത്തിന്റെ മുദബ്ബിറുൽ ആലം ഞാനാണ് എന്നൊക്കെ വാദിക്കുന്ന ഒരു സിദ്ധൻ, ആ സിദ്ധന്റെ പ്രവർത്തനത്തിലും അവന്റെ സഞ്ചാരത്തിലും അവന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു നിഗൂഢത ഒളിഞ്ഞെടുക്കുന്നുണ്ട്. സത്യത്തിൽ ആ നിഗൂഢതയെ വെളുപ്പിച്ചെടുക്കാൻ നോക്കുകയാണ് സിദ്ധന്റെ അനുയായിയായ പ്രവാചകനായ തൊയ്യൂർ കുഞ്ഞമ്മദ്. നമുക്കതൊന്ന് കേട്ടോക്കാം. അതുപോലെ ഹവാല കുഴൽ പണമിടപാട് നടക്കുന്നുണ്ട്. ട്രോളികൾ അവിടുന്ന് വരുന്നുണ്ട്, ഗ്രീൻ ചാനൽ വഴി കടക്കുന്നുണ്ട്. എന്തേ മുണ്ടാത്ത് ഇപ്പങ്ങൾ മുണ്ടാൻ പറ്റാത്ത അവസ്ഥയില സംഭവം അവിടെ ബേജാറിപ്പോഴും തുടരുക. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിപ്പോ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? മന്ത് മറ്റേ കാലിലാണ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അച്ഛൻ കോഴിക്കോട്ടിലും കൂടി ഇല്ല എന്ന് പറഞ്ഞല്ലോ, ഇതേപോലെ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ചൂണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ചൂണ്ടിയിട്ട് ഇവ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ നടക്കുന്നത് അവൻ്റെ കൂടാരത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. കാരണം നമ്മൾ സൂപ്പികളാണെന്നും സൂപ്പി സരണി വളർത്തണമെങ്കിൽ ഒരുപാട് പണ്ടും പൈസയും വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഈ കുരുവട്ടൂരിൻ്റെ ഓരോ മുരീദുകളെ കൊണ്ടും വലിയ സംഖ്യ സമർപ്പണം എന്ന പേരിൽ സ്വരൂപിക്കുക. അത് എങ്ങനെങ്കിലും തരണം. കുഞ്ഞാമാൻ്റെ വീട്ടിൽ പോയി സ്വർണം കട്ടിട്ടാണെങ്കിലും, ഉള്ള വീട് പണയം വെച്ചിട്ടാണെങ്കിലും, വാടക വീട്ടിലാണെങ്കിൽ അങ്ങനെയും ഏത് രൂപത്തിലാണെങ്കിലും ഇവിടെ പൈസ ഇട്ടണം. ചേക്കുട്ടി പാപ്പാക്ക് ഈ പണ്ടത്തിനോടും പൈസനോടുള്ള ആർത്തി തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മുരീദുകൾ മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പിൽ മയ്യത്ത് കിടന്നു കൊടുക്കുന്ന മാതിരി ഷെയ്ഖാകുന്ന എൻ്റെ മുമ്പിൽ കിടന്നു കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ പല ആൾക്കാരും വയ്യാതാരായി, വീട് നഷ്ടപ്പെട്ടു പോയവർ, ആധാരം പോയവർ, 5ഉം 6ഉം വണ്ടിയുള്ളവർക്ക് അത് പോയവർ, അങ്ങനെ വലിയ കടബാധ്യത വന്നിട്ട് ചില ആളുകളൊക്കെ ബന്ധുക്കളൊക്കെ ബന്ധപ്പെട്ടിട്ട് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ഷെയ്ഖാനെ പറ്റിച്ചതാണെന്ന് ബോധ്യപ്പെടുകയാണ്. പക്ഷേ ഇവർക്ക് ചെന്ന് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷെയ്ഖ് മുദബ്ബിറുൽ ആലമാണ്, ലോകമൊന്നായിട്ട് നിയന്ത്രിക്കുന്നവരാണ്, അതുകൊണ്ട് നമുക്കെതിരെ കുരുത്തക്കേടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കെതിരെ സെയർ ചെയ്ത് നമ്മളെ കൊല്ലും, ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. കുരുവട്ടൂരിന് വേണ്ടി നിരന്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്ന തൊയ്യൂർ കുഞ്ഞമ്മദിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് ലോകമൊന്നായിട്ട് നിയന്ത്രിക്കുന്ന ഷെയ്ഖ് ഒരുപക്ഷെ നമുക്ക് വേണ്ടി ഇനി നാളെയുടെ ഭാവിയിൽ ഈ ലോകം നമ്മളെ കാൽക്കീയിൽ എത്തിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തുക. എന്നിട്ട് ഈ മുരീദുകളായ ആളുകളെ വീട്ടിലേക്ക് കടം കൊടുക്കാനുള്ള ആൾക്കാർ തിരഞ്ഞെടുമ്പോൾ ഉമ്മർത്തിരിക്കുന്ന മുരീദ് പിന്നാമ്പറത്തിലൂടെ ഓടി രക്ഷപ്പെടുക. പല മുരീദുകൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ദുരവസ്ഥ. കോടികളാണ് കൊടുത്തിട്ടുള്ളത് ഷെയ്ഖിൻ്റെ മുമ്പിലേക്ക് സമർപ്പണം എന്ന പേരിൽ. എന്നിട്ട് ഇവനോ അങ്ങനെ പറ്റിച്ച് വാങ്ങാൻ പറ്റാത്ത ആൾക്കാരോടൊക്കെ ഞാൻ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ സ്വർണ്ണ കച്ചവടം ഉണ്ട്, അതിൽ നിങ്ങളെ പങ്ക് ചേർത്തോളാം, അതിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ടും വാങ്ങുക. മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് മുരീദുകളോട് ഇവിടെ നിന്ന് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദിവസം മരിവിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനും പൊന്മൾ ഉസ്താദിനും പച്ചത്തെറി പറയും. അതുകൊണ്ട് നിങ്ങൾ തന്നെ വണ്ടിയും വിളിച്ചിട്ട് നൗഷാദും എൻ്റെ അളിയൻ കുഞ്ഞമ്മതും സമ്മതമുണ്ടല്ലോ പമ്പേസ് മൗലയും ഈ പറഞ്ഞ തെറിയാശാനും കൂടിയും പരിപാടി നടത്തിക്കോളും, നിങ്ങൾ വരെ പിന്നാലെ നടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ ചാൻസിൽ ഇവൻ നേരെ ബിസിനസ് ടൂർ എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും ഗ്ലോബൽ വില്ലേജിലും തിരഞ്ഞെടുക്കുക. ഇവനും ഫാമിലിയും അടിപൊളി ജീവിതം നടത്തുക, ലക്ഷറി ജീവിതം. എന്നാൽ ഈ കുഞ്ഞാടുകളാകുന്ന കൈതകൾക്കുണ്ടോ അതറിയണം. കൈതകൾ മനസ്സിലാക്കുന്ന മുദബ്ബിറുൽ ആലം ദുബായ് നിയന്ത്രിക്കാൻ പോയതാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഗ്രീൻ ചാനൽ വൈക്ക് വരുന്ന കാര്യമാണ് കുഞ്ഞമ്മദ വിളിച്ചു പറയുന്നത്. മഗ്രിബിൻ്റെ വേഷം പണ്ഡിതന്മാരെ പച്ചത്തെറി വിളിച്ചാലില്ലാത്ത വേറെ ജോലിയില്ലാത്ത ഇവർ സാവിയത്തിൽ കുഫ്രിയാറിനെ ഈ സ്ഥാപനം ഇങ്ങനെ കൊണ്ടെടുക്കുന്നത്, അതിലേക്കുള്ള സാമ്പത്തിക സ്രോതസ് എന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥരെന്ന് അന്വേഷിച്ചാൽ, വല പിടിച്ചൊന്ന് കുടഞ്ഞാൽ എല്ലാ കള്ളിയും പുറത്ത് വരും, യാതൊരു സംശയമില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടി ഡൽഹിയിൽ സംഘപരിവാറിൻ്റെ ആസ്ഥാനത്ത് പോലും അവർ പോകാറുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞമ്മദ് വിളിച്ചു പറഞ്ഞത്, അല്ലേ? അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ സൂപ്പികളടക്കം ഓലം കാൽ കീഴിൽ വരികയും അവരുമായി വലിയ ധാരണ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഉമ്മത്തിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്
ഇപ്പോൾ നമ്മൾ തീവ്രവാദികളാണെന്ന് വരെ അവിടെ ചെന്നിട്ട് ഡൽഹി പോയി പറഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞമ്മദ് പ്രസംഗിച്ചിട്ടുണ്ട്. ക്ലിപ്പിടാൻ നേരമില്ല. അങ്ങനെ കുരുവട്ടൂർ ആസ്ഥാനത്തിൽ നടക്കുന്ന കുഞ്ഞാളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപ അനധികൃതമായി ഉണ്ടാക്കിയിരിക്കുന്ന രൂപകളും മുതലുകളും സ്വത്തുകളും ആരെങ്കിലും പിടിച്ചു കെട്ടുമോ എന്നുള്ള ആദിയും വേവലാതിയും പേടിയും ബേജാറൊക്കെയാണ് കുഞ്ഞമ്മദിൻ്റെ കണ്ണും മുറലൊക്കെ ആകുന്നത്. അവൻ വിളിച്ചു പറയുന്നത് അങ്ങോട്ടാണെങ്കിലും ചൂണ്ടുന്നത് ഒരു വിരൽ കൊണ്ടാണെങ്കിലും ബാക്കി 4 വിരലുകളും അവൻ്റെ നെഞ്ഞത്തിലേക്കും അവൻ്റെ ശിരസിലേക്കുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിയമപാലകരായ ആളുകൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ ഒന്നിറങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ബുദ്ധിയിൽ അങ്ങനെ മനസ്സിലാവുന്നു. കാരണം ഇവൻ്റെ ആ ബേജാറ് കാണുമ്പോൾ കുരുവട്ടൂരുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആരെ എന്ത് ആരോപിച്ചാലും അത് അവരിലേക്ക് തിരിച്ചു വരുന്ന ബൂമറാങ്ങാണ്. ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും. അതവരുടെ ശൈലിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതും കുരുവട്ടൂർ ആലയത്തിൽ നടക്കുന്ന വലിയ തട്ടിപ്പ് തന്നെയാണ്. അത് മറച്ചു വെക്കാനുള്ള പുകമറയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയോ ഷെയ്ഖിൻ്റെ പഞ്ചാര വാക്ക് കേട്ടിട്ട് ഈ പണ്ടവും അതുപോലെ പൈസയും വീടും പറമ്പും ആധാരമൊക്കെ പണയം വെച്ച ആൾക്കാർ ബന്ധുക്കൾ ഇടപെട്ടിട്ട് അത് തിരിച്ചു വാങ്ങണം ചെല്ലുമ്പോൾ, ഷെയ്ഖിൻ്റെ മുമ്പിലേക്ക് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഷെയ്ഖ് വീണ്ടും തലയാട്ടി എല്ലാവരും മുമ്പിലേക്ക് ഇങ്ങനെ തലയാട്ടി ചിരിച്ചിട്ട് വളരെ സൗമ്യമായ ഭാഷയിൽ പുഞ്ചിരിച്ച് ഇവനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വാങ്ങാനുള്ള ധൈര്യമില്ല. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അനധികൃതമായ രൂപത്തിലൊക്കെ പൈസ സമ്പാദിക്കാൻ നോക്കുന്നത്. കുഞ്ഞാമ്മേൻ്റെ വീട്ടിൽ വിളിച്ച് വിരുന്നിന് പോയിട്ട് അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റുക, അയൽവാസിയുടെ സമീപത്ത് വന്നിട്ട് കടം ഇടായിട്ട് എൻ്റെ സ്വർണം എന്ന് പറഞ്ഞിട്ട് കടം വാങ്ങി കൊടുത്തിട്ട് പണ്ടം ഒക്കെ വായിക്കാൻ വേണ്ടി കൊടുത്തിട്ട് അത് കൊണ്ടുപോയി നേരെ ബുക്ക് പണ്ടം പണയം വെക്കുക. ഇങ്ങനെ എല്ലാ തരികേടുകളും നടക്കുന്ന ആൾക്കാരാണ് കുരുവട്ടൂരികൾ. കുരുവട്ടൂരിയായ ഓരോ മുരീദുകളെ സംബന്ധിച്ചും തൊട്ടടുത്ത അയൽവാസികളോടും കുടുംബത്തിനോടും നോക്കുമ്പോൾ അവൻ കുരുവട്ടൂരിയാകാത്തതിന് മുമ്പ് ഒരു മനുഷ്യനായിരുന്നു എന്നും ഇപ്പോൾ അവനൊരു മനുഷ്യനല്ല എന്നും മനുഷ്യൻ്റെ രൂപത്തിലുള്ള മറ്റെന്തോ ആണ് എന്നും അവരെ പറ്റി അഭിപ്രായം പറയുന്നത്. അതാണ് ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോഴേക്ക് കുരുവട്ടൂരികൾക്ക് ബേജാറും പേടിയുള്ളത്. കാരണം അവർക്ക് തന്നെ ഇപ്പോൾ കണ്ണാടിയിൽ നോക്കി മനസ്സിലാകുന്നുണ്ട് അവരൊരു മനുഷ്യരല്ല, മനുഷ്യൻ്റെ രൂപം മാത്രമേ ഉള്ളൂ. കേട്ടില്ല കുഞ്ഞമ്മദ് ലാസ്റ്റാണ് പറഞ്ഞത്, മനുഷ്യർക്കൊപ്പം എന്ന് പറയാനൊക്കെ ഇതില്ല എന്നുള്ള ആ വ്യാധി അല്ലെങ്കിൽ ആ ബേജാറ് അതൊക്കെ ഉണ്ടാകാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം കുരുവട്ടൂരിൽ ബൈഅത്ത് ചെയ്യുന്നതിൻ്റെ മുമ്പ് അവരൊക്കെ മനുഷ്യരായിരുന്നു. ഈ 10-13 വർഷമായിട്ട് അവരതല്ല എന്നുള്ള അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അപബോധ മനസ്സാണ് ഇത്തരം വിഷയങ്ങളൊക്കെ വിളിച്ചു പോകുന്നത്. മനസ്സിലാവുണ്ടോ? ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കണക്ക് പറയാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടും ഒരു കാലവും നടന്നു പോയിട്ടില്ല. കുരുവട്ടൂർ ഈ വിളിച്ചു പറയുന്നതൊക്കെ അവൻക്കെതിരെ ബൂമറാങ്ങും തെളിവുകളാണ്. മനസ്സിലാവുണ്ടോ? അതും കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്.